ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആനി മാം എപ്പോഴും ഒരു സ്പെഷ്യലാണ്. ഇന്നെന്തൊക്കെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടി? പൊങ്കാലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മോളെ, ഞാൻ അമ്മ പറഞ്ഞു തന്ന കൂട്ട്, കൈമാറി തന്ന കൂട്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇടുന്നുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഇന്ന് പൊങ്കാല ഇട്ടവർക്കും ഞാൻ ആ കൂട്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, അല്ലാതെ സ്പെഷ്യലൊന്നുമില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് ആളുകളുടെ ഒരു പ്രതീക്ഷ. ഇതിൽ മാത്രം ഞാൻ ഇതുവരെ മാറ്റം വരുത്തിയില്ല. മാറ്റം വരുത്താൻ എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര വിഷമം. കാരണം എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നെ, അതായത് ഏട്ടൻ്റെ അമ്മയാണ് എന്നെ പാചകമെല്ലാം പഠിപ്പിച്ചതും പൊങ്കാല ഇടാൻ പഠിപ്പിച്ചതും പൊങ്കാലയ്ക്ക് എന്തൊക്കെ കൂട്ട് വേണമെന്നും പഠിപ്പിച്ചതും ഒക്കെ അമ്മയാണ്. അപ്പോൾ അമ്മ കാരണം ഞാൻ ഇത് ഇടാൻ തുടങ്ങിയതും അമ്മയ്ക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത്. അമ്മമാർ തരുന്നത് എപ്പോഴും രുചിയല്ലേ, അപ്പോൾ അതിരുന്നോട്ടെ. ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങൾ എങ്ങനെയാണ്? ഇപ്രാവശ്യം പൊങ്കാല വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഞാനിവിടെ 2 അടുപ്പ് വെച്ച് തുടങ്ങിയ ഞാനാണ്. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, അമ്മ എല്ലാവർക്കും അനുഗ്രഹമായി കൂടെ നിൽക്കുന്നത് കൊണ്ടും അമ്മയോടുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മൾക്ക് കൂടിയത് കൊണ്ടും ഇന്ന് പൊങ്കാലയുടെ അടുപ്പ് കൂടുതലാണ്. മാത്രമല്ല പ്രൊഡ്യൂസർ ആൽവിൻ ആൻ്റണിയുടെ വൈഫ് വന്നിട്ടുണ്ട്, അവർ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ ബീന ചേച്ചി വന്നിട്ടുണ്ട്, പിന്നെ അല്ലാതെ കുറേ കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹമല്ലേ. എൻ്റെ കഴിവോ അല്ല, അതൊന്നുമല്ല, അവർക്ക് ദേവിയിലേക്ക് ആ വിശ്വാസം ഉറപ്പിക്കാൻ അമ്മ കൊടുത്ത ഒരു അവസരം. ഇത്തവണ മുടങ്ങാതെ പൊങ്കാല ഇടുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ്? എനിക്ക് ഭയങ്കര എന്താ പറയുക, അമ്മയോട് നന്ദി പറഞ്ഞാൽ ശരിയാവും. അമ്മമാരോട് ഒരിക്കലും മക്കൾ നന്ദി പറയാൻ പാടില്ലല്ലോ. പക്ഷെ അമ്മ ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അത് തന്നെയാണ്, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആനി മാം ഉള്ളത്. എന്തായാലും ഇത്തവണയും മുടങ്ങാതെ തന്നെ പൊങ്കാല ഇട്ടിട്ടുണ്ട്, അർപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.